കനത്ത മഴയിൽ മധ്യ കേരളത്തിൽ വ്യാപക നാശനഷ്ടം. എറണാകുളം ജില്ലയിലെ നായരമ്പലം, എടവനക്കാട് ഭാഗങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി. ആലപ്പുഴയിൽ വീട് തകർന്ന് 5 പേർക്ക് പരിക്കേറ്റു. ഭൂതത്താൻകെട്ട് ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നു. പെരിയാർ നദീതീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി മഴ ശക്തമായതോടെ എറണാകുളം ജില്ലയിലെ എടവനക്കാട്, നായരമ്പലം ഭാഗങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി. ഫോർട്ട് കൊച്ചി സാന്താക്രൂസ് മൈതാനത്ത് ശക്തമായ കാറ്റിലും മഴയിലും വൻമരം കടപുഴകി വീണു. കുന്നത്തുനാട്ടിലും ഏലൂരിലും വീടിന് മുകളിലേക്ക് മരം വീണു. ആളപായമില്ല. ജലനിരപ്പ് ഉയർന്നതോടെ ഭൂതത്താൻകെട്ട് ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നു. പെരിയാർ നദീതീരത്തുള്ളവർക്ക് ജാഗ്രതാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം വില്ലാഞ്ചിറയ്ക്ക് സമീപം റോഡിടിഞ്ഞ ഭാഗത്ത് ഗതാഗത നിയന്ത്രണം തുടരുന്നു. ആലപ്പുഴ തകഴിയിൽ വീടിന് മുകളിലേക്ക് മരം വീണ് 5 പേർക്ക് പരിക്കേറ്റു. കുത്തിയതോട് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു. വൈക്കത്ത് വീടുകൾക്ക് മുകളിൽ മരം വീണു. വൈദ്യുതി പോസ്റ്റുകൾക്കും തകരാർ സംഭവിച്ചു. തൃശൂർ അരിമ്പൂരിൽ തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. വീടിനകത്തുണ്ടായിരുന്ന വയോധികയും മകനും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അഴീക്കോട് മുനക്കൽ ബീച്ചിൽ ചുഴലിക്കാറ്റിൽ വ്യാപാര സ്ഥാപനങ്ങൾ തകർന്നു. വരും മണിക്കൂറുകളിലും പലയിടങ്ങളിലും ശക്തമായ മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. 24 കൊച്ചി.